ചാൻസ് കിട്ടിക്കൊള്ളുന്നില്ല. ഇനിയൊരു ചാൻസ് ഇന്ത്യയിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒന്ന് വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുമോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കി നിന്നാലേ നമ്മൾ 4-5 പാർട്ടികളായി ഉള്ള വോട്ടൊക്കെ ചിന്നിച്ചിതറിയാൽ നമുക്കിങ്ങനെ ഇരുന്ന് ചിരിക്കാന്നല്ലാണ്ട് വേറെ ഒരു ഗുണതോണ്ടുണ്ടാവില്ല. നമുക്ക് പല പേര് മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയ സംഘടനകൾ, ഞാൻ രാഷ്ട്രീയം പറയാണെന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു കാര്യം പറയാം. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട നേരാണിത്. നമുക്ക് പല സംഘടനകളുണ്ട്, മുസ്ലിമീങ്ങളുടെ പേരിൽ തന്നെ രാഷ്ട്രീയ സംഘടനകളുണ്ട്. നമ്മുടെ 4-5 വോട്ട് ചിന്നിച്ചിതറിപ്പോയാൽ ഞങ്ങൾക്ക് ഇത്ര വോട്ട് കിട്ടിയെന്ന് പറഞ്ഞ് ചിരിക്കാന്നല്ലാണ്ട് പാർലമെന്റിൽ എന്തെങ്കിലും ഒരു അനക്കം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് ഉള്ളത് ചിതറിപ്പോകാതെ പാണക്കാട് കുടുംബം ഈ ഉമ്മത്തിന് വലിയൊരു തണലായി നേതൃത്വം കൊടുക്കുന്ന വലിയൊരു പ്രസ്ഥാനം നമുക്കില്ലേ? ആര് പ്രസ്ഥാനം ഉണ്ടാക്കിയാലും അതിന് ആളെ കിട്ടും, കുഴപ്പമില്ല. ആർക്കും രാഷ്ട്രീയ സംഘടന തുടങ്ങാം. മുസ്ലിമീങ്ങളുടെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ സംഘടന എത്രണ്ട് ഉസ്താദുമാരും തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയ സംഘടന. അതിനൊക്കെ ആളെ കിട്ടും, ശരിയാണ്. കുറച്ചാളുകൾ ആരുടെ പിന്നിലും കാണും. പക്ഷേ അതുകൊണ്ട് നമ്മുടെ വോട്ട് ചിതറിപ്പോകരുത്. ഇത് ഒരു ധർമ്മസമരമാണ്. ഇതൊരു ധർമ്മസമരമാണ്. ഇതിൽ നമ്മൾക്ക് നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിന്റെ അടിസ്ഥാനത്തിൽ, കേരളത്തിൽ മാത്രമല്ല, ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ കക്ഷികളെയും അണിനിരത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയൊരു ചാൻസ് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മുടെ ഭാവി എങ്ങോട്ടാണ് ഭാരതം പോകുന്നത് എന്ന് പിന്നെ കണ്ടറിയേണ്ടി വരും. പിന്നെ നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മൾ നിലവിളിച്ച് കരയുകയും പിന്നെ കുറെ വാട്സപ്പ് മെസ്സേജ് വിട്ടിട്ടൊന്നും കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഇത് കളിയല്ല, കാര്യമാണ്. നമ്മുടെ മുമ്പിലുള്ള വിഷയം വളരെ ഗൗരവമുള്ളതാണ്. നമുക്ക് ജനാധിപത്യ